ഓരോ അച്ഛനമ്മമാരെയും നിങ്ങളെ ഓരോരുത്തരെയും ഈ കോളേജിലേക്ക് വിടുമ്പോൾ ഞങ്ങൾക്ക് ഒരുപാട് പ്രതീക്ഷകളുണ്ട്. ആ പ്രതീക്ഷകളൊക്കെ നിലനിർത്താൻ പാകത്തിന് നിങ്ങൾ വലിയ അക്കാഡമിക്സിലൊന്നും വലിയ നിലയിൽ എത്തിയില്ലെങ്കിലും നിങ്ങളെ ജീവനോടെ കാണണമെന്ന് നമുക്കൊക്കെ ആഗ്രഹം ഉണ്ടാവില്ലേ? അച്ഛനും അമ്മയ്ക്കും അത്രയെങ്കിലും വേണ്ടേ? അപ്പം നിങ്ങളൊക്കെ പൂർണ്ണ ആരോഗ്യത്തോടു കൂടി ജീവനോടുകൂടി നല്ല മനുഷ്യരായിട്ട് ഈ കലാലയ ജീവിതത്തിൽ നിന്ന് പുറത്തേക്ക് വരുമ്പോൾ ചിറകുകളൊക്കെ മുടപ്പിച്ച് പറന്നുയരണം. അതാണ് മുതിർന്നവരുടെയും നമ്മൾ മാതാപിതാക്കളുടെയും ഒക്കെ ആഗ്രഹം. മറിച്ച് ഈ ചിറകുകളൊക്കെ ഒടിഞ്ഞ് പറക്കാൻ പോലും പറ്റാത്ത, നിരങ്ങാൻ പോലും പറ്റാത്ത രീതിയിലേക്ക് അംഗവൈകല്യമുള്ളവരാവുകയോ അല്ലെങ്കിൽ ഈ തരത്തിലുള്ള മയക്കുമരുന്നിന്റെ ഉപയോഗത്തോടുകൂടി ബുദ്ധിഭ്രമിച്ചവരാകുകയോ ഒക്കെ ഉള്ള ഒരു തലമുറയെ നമുക്ക് മുന്നോട്ട് കിട്ടിയിട്ട് എന്താ ആവശ്യം? എനിക്കറിയാം ഇപ്പം അങ്ങനെ പറയുന്നൊന്നും നിങ്ങൾക്ക് ആർക്കും ഇഷ്ടാവില്ല. കാരണം ഞാൻ മറ്റേ മോറൽ സയൻസ് ക്ലാസ് എടുക്കണ പോലെ ഇരിക്കും. പക്ഷേ നേരത്തെ നമ്മുടെ ബഹുമാന്യനായ മിനിസ്റ്റർ ഇവിടെ പറഞ്ഞതുപോലെ പലസ്തീനിലെ കാര്യം ഇവിടെയല്ലാതെ പിന്നെ എവിടെ പറയും എന്ന് പറഞ്ഞതുപോലെ കേരളത്തിലെ കാര്യം ഇവിടെയല്ലാതെ വേറെ എവിടെ പറയാനാ? അതുകൊണ്ട് പറയാം, നമ്മുടെ കുഞ്ഞുങ്ങളുടെ കാര്യം നിങ്ങളുടെ കയ്യിലാണ്. ഇവിടെ ഇരിക്കുന്ന അല്ലെങ്കിൽ ഇപ്പോൾ മിനിസ്റ്റർ അടക്കമുള്ള ഇവരുടെ ആരുടെയും കയ്യിലല്ല ഇനിയുള്ള കേരളം. നമ്മളൊക്കെ ഏജ് ഓവറായി കഴിഞ്ഞു. ഇനിയുള്ള കേരളം നിങ്ങളുടെ കയ്യിലാണ്. ഇനിയുള്ള ലോകവും നിങ്ങളുടെ കയ്യിലാണ്. നിങ്ങൾ ആരോഗ്യമുള്ളവരാവണം. ഏതെങ്കിലും ആൾക്കാരുടെ കളിപ്പാവകളായി മാറരുത്. ഏതെങ്കിലും മാധ്യമങ്ങൾ അല്ലെങ്കിൽ ഏതെങ്കിലും സോഷ്യൽ മീഡിയ ചമച്ചു വിടുന്ന ന്യൂസ് മാത്രം ശരി എന്ന് വിശ്വസിച്ച് വരുന്ന ഒരു ന്യൂസിന് താഴെ കമന്റ് എഴുതുന്ന വെറും റോബോട്ടിക് ആയിട്ട് ചിന്തിക്കുന്ന, അതായത് എന്ത് പറയുന്നു അത് മാത്രം ചെയ്യുന്നവരാണല്ലോ റോബോട്ട്. അങ്ങനെ ആവാതെ യുക്തി ഉപയോഗിച്ച് പെരുമാറുന്ന, എന്താണെന്ന് കൃത്യമായി വിശകലനം ചെയ്തതിന് മാത്രം ഒരു അഭിപ്രായം പറഞ്ഞാൽ മതി എന്ന് മനസ്സിലാക്കുന്ന ബുദ്ധിയുള്ളൊരു തലമുറയായി, വിവേകമുള്ളൊരു തലമുറയായി, സഹാനുഭൂതിയുള്ളൊരു തലമുറയായി, എമ്പതറ്റിക് ആയിട്ടുള്ള ഒരു തലമുറയായി നിങ്ങൾ വളരട്ടെ. പിന്നെ ഇതിന് ഏറ്റവും നല്ല ഒന്നാണ് കലോത്സവം. കാരണം കലയുടെ ഉത്സവമാണ് കലോത്സവം. അതുപോലെ തന്നെ ഞാൻ ഇഷ്ടപ്പെടുന്ന ഒന്നാണ് സ്പോർട്സ്. സ്പോർട്സിലും ആർട്സിലും നമ്മൾ നിമഗ്നരാണെങ്കിൽ, അതിൽ നമ്മൾ മുഴുകി ചേർന്നിട്ടുണ്ടെങ്കിൽ ഒരിക്കലും ഒരാൾ ഉപദ്രവിക്കാനോ, അല്ലെങ്കിൽ സ്പോർട്സ് ആണെങ്കിലും കലയാണെങ്കിലും നല്ല ആരോഗ്യം വേണ്ടതാണ്. ഒരിക്കലും ഈ തരത്തിലുള്ള ദുശീലങ്ങളിലേക്കോ നിങ്ങൾ പോവില്ല. ദുശീലങ്ങൾ എന്ന് പറയുമ്പോൾ ഞാനതിൻ്റെ ഒരു ഹൈ ലെവലായിട്ട് ഉദ്ദേശിക്കുന്നത്, അല്ലാതെ ചെറിയ ചെറിയ കാര്യങ്ങളല്ല ഉദ്ദേശിക്കുന്നത്. ഇപ്പം അതിന് വളരെ ഒരു മോശം സിറ്റുവേഷനിലേക്ക് നമ്മുടെ യങ് ജനറേഷൻ പോയിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളത് കൊണ്ട് മാത്രമാണ് ഇത്തരത്തിലുള്ള ഒരു ബോറിംഗ് ടോപ്പിക്ക് ഞാൻ സംസാരിച്ചത്. അപ്പോൾ എല്ലാവർക്കും എന്നെ ഈ പരിപാടിയിൽ പങ്കെടുക്കാൻ ക്ഷണിച്ച യൂണിയൻ ഭാരവാഹികളോടും കേരള യൂണിവേഴ്സിറ്റി VC-യോടും ബഹുമാന്യനായ മന്ത്രിയോടും നമ്മുടെ കൊച്ചു കലാകാരന്മാരോടും കലാകാരികരോടും എല്ലാവരോടും ഒരുപാട് നന്ദിയുണ്ട്. ഇന്നു മുതൽ ഇവിടെ നടക്കാൻ പോകുന്ന പരിപാടിയിൽ ജയമോ തോൽവിയോ ഒന്നുമല്ല, കലയുടെ ഉത്സവമാണ്. ഞാനൊക്കെ 10ാം ക്ലാസ്സിൽ ചെയ്ത പോലെ കരയോ ബഹളം വെക്കുകയോ തല്ലുണ്ടാക്കുകയോ ഒന്നും ചെയ്യാതെ നല്ല മിടുക്കരായിട്ട്, ഇതൊന്നും അല്ല നമ്മളിലെ കലാകാരന്മാരെ തീരുമാനിക്കാൻ പോകുന്നത്, ഇതൊന്നുമല്ല നമ്മുടെ ഭാവി. ഞാൻ എപ്പോഴും ആലോചിക്കുന്നു, CBSE കലോത്സവത്തിൻ്റെ ഉദ്ഘാടനത്തിന് ഞാൻ പോയിരുന്നു. അപ്പോൾ അതിൽ ഒരു വ്യക്തി, അദ്ദേഹം ഒരു വലിയ അഡ്വക്കേറ്റ് ആണ്, വളരെ ഫേമസ് ആയിട്ടുള്ള അഡ്വക്കേറ്റ്. അതായത് ഡെസിഗ്നേഷൻ ഞാൻ മറന്നുപോയി, എന്തോ വ്യാപാരി വ്യവസായ അങ്ങനെ എന്തൊക്കെയോ ആണ് അദ്ദേഹം. ഒരു വലിയ ഡെസിഗ്നേഷനുള്ള ഒരാളാണ് അദ്ദേഹം. സംസ്ഥാന യുവജനോത്സവത്തിൽ പണ്ട് 60കളിൽ പ്രസംഗ മത്സരത്തിന് 1ാം സ്ഥാനം നേടിയ ആളാണ്. രണ്ടാമത് പിന്നെ ഉദ്ഘാടനത്തിന് ഞാൻ അവിടെ ഇരിക്കുന്നുണ്ട്. ഞാനും സംസ്ഥാന യുവജനോത്സവത്തിൽ മത്സരത്തിനൊക്കെ പോയിട്ട് കലാതിലകം കിട്ടാതെ കരഞ്ഞ ആളാണ്. പിന്നെ അവിടെ ഒരു യുവജനോത്സവത്തിലും മത്സരിക്കാൻ പോയിട്ടില്ലാത്ത MLA ഇരിക്കുന്നുണ്ടായിരുന്നു. അദ്ദേഹത്തിൻ്റെയും പേര് ഞാൻ ആലുവയല്ല, ആലുവയിൽ അൻവർ സാദത്തല്ല, ഒരു കണ്ണടയൊക്കെ വെച്ചിട്ട് കുറച്ച് ചെറുപ്പക്കാരനായിട്ട് ആ ഭാഗത്തുള്ളതാ. അപ്പൊ അദ്ദേഹം സംസാരിച്ചപ്പോൾ പറഞ്ഞു, നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം, പ്രസംഗത്തിന് 1ാം സ്ഥാനം ലഭിച്ചാൽ ഈ നേരത്തെ കാണിച്ച അദ്ദേഹത്തിനെ പോലെ വലിയ അഡ്വക്കേറ്റ് ആവാം. ഇനി സ്ഥാനം ഒന്നും കിട്ടിയില്ല, കലാതിലകം നഷ്ടപ്പെട്ട നിങ്ങൾക്ക് നവ്യ നായരാവാം.
ഇനി നിങ്ങൾ ഒരു മത്സരത്തിനും പങ്കെടുത്തില്ലെങ്കിലോ നിങ്ങൾക്ക് MLA ആവാം. അപ്പൊ ഒന്നും മോശമല്ല. നിങ്ങൾക്ക് നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ എന്താണ് ആവുന്നതെന്നുള്ളത് ഈ ഇരിക്കുന്ന 3-4 ജഡ്ജസ് അല്ല തീരുമാനിക്കുന്നത്. മറിച്ച് നമ്മുടെ കഠിനാധ്വാനവും നമ്മുടെ ആഗ്രഹവും നമ്മുടെ പ്രയത്നവും അത് മാത്രമാണ് തീരുമാനിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് എല്ലാവർക്കും ജീവിതത്തിൽ വിജയം ആശംസിക്കുന്നു. മത്സരങ്ങളിൽ മാത്രമല്ല, ജീവിതം വിജയമാവട്ടെ. നിങ്ങളുടെ ആഗ്രഹങ്ങളൊക്കെ സാധിക്കുന്ന തരത്തിൽ നിങ്ങൾ എന്താണോ മനസ്സിൽ മാനിഫെസ്റ്റ് ചെയ്യുന്നത് ആ മാനിഫെസ്റ്റേഷനിലേക്ക് എത്താനുള്ള ഊർജം നിങ്ങൾക്കുണ്ടാവട്ടെ. മറ്റുള്ളവരെ സഹായിച്ചും കൂടെ ചേർത്ത് പിടിച്ചും ഉത്സാഹിച്ചും ഉല്ലസിച്ചും നല്ലൊരു തലമുറയായി നിങ്ങൾ മാറട്ടെ. നല്ലൊരു ഉത്സവം നിങ്ങൾക്കുണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു, ആഗ്രഹിക്കുന്നു. നന്ദി, നമസ്കാരം. ജയ് ഹിന്ദ്.